48 റൺസിനെ ഓസ്ട്രേലിയ തുരത്തി ഓടിച്ചുകൊണ്ട് ഇന്ത്യ 4ാമത്തെ T20 അങ്ങ് എടുത്തു. അപ്പം അങ്ങനെ 5 മത്സരങ്ങൾ അടങ്ങിയ T20 ഇന്ത്യ 2-1 മുന്നിലെത്തി. ആദ്യത്തെ മത്സരം മഴ മൂലം നമുക്ക് കളിക്കാൻ പറ്റിയില്ല, പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. 2ാം മത്സരം ഓസ്ട്രേലിയ ജയിച്ചു, 3ാം മത്സരം ഇന്ത്യ ജയിച്ചു, 4ാമത്തെ മത്സരം ഇന്ത്യ ജയിച്ചു. അപ്പോൾ ഗോൾഡ് കോസ്റ്റ് നടന്ന 4ാമത്തെ T20 മത്സരത്തിൽ ഇന്ത്യ ആധികാരികമായി 48 റൺസിന് ജയിച്ചു. ടോസ് കിട്ടി ബോളിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയ ഇന്ത്യ 167 റൺസിന് തീരുമാനമാക്കി. എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു കോമ്പറ്റീറ്റീവ് ചെയ്യാൻ പറ്റുന്ന സ്കോർ തന്നെയായിരുന്നു അത്. ഗില്ലാണ് ടോപ്പ് സ്കോർ 46 റൺസ്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് മികച്ച പ്രകടനം തുടക്കത്തിൽ കിട്ടി. പക്ഷേ 1-2-3 വിക്കറ്റ് പോയ പിന്നെ കണ്ടിന്യൂസ് വിക്കറ്റ് പോയി. മികച്ച എന്നത് സ്പിന്നർമാർ. അക്ഷർ പട്ടേൽ 2 വിക്കറ്റ്, വാഷിംഗ്ടൺ സുന്ദർ 3 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 1 വിക്കറ്റ്, ശിവൻ ദുബെ അൺഎക്സ്പെക്റ്റഡ് എൻട്രി എല്ലാം ആളൊക്കെ എറിയാറുണ്ട്, പക്ഷേ 2 വിക്കറ്റ് ആളെടുത്തു. ബുംറ 1, ഹർഷദീപ് 1. അങ്ങനെ ഒരു ക്ലിനിക്കൽ ഓൾറൗണ്ട് ഇന്ത്യൻ പെർഫോമൻസ്. ഇന്ത്യ ഓസ്ട്രേലിയ തോപ്പിച്ചുകൊണ്ട് 4ാമത്തെ T20 എടുത്തിരിക്കുന്നു. 2-1 മുന്നിലെത്തി. ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. ആ മത്സരം കൂടി ഇന്ത്യ സ്വന്തമാക്കി 3-1 T20 പരമ്പര എങ്ങനെ എടുക്കാം. കാരണം 1 ഡേ ഓൾറെഡി കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ T20 എങ്കിലും എടുക്കാമല്ലോ. സഞ്ജു ഈ മത്സരത്തിൽ ഇറങ്ങിയില്ല, സഞ്ജുവിനെ ഇറക്കിയില്ല. സഞ്ജുവിന് പകരം ദിനേഷ് ശർമ്മ ഇറങ്ങി. 3-4 റൺസ് എടുത്ത് നിരാശപ്പെടുത്തുന്ന പെർഫോമൻസ്. അപ്പോൾ അടുത്ത മത്സരത്തിൽ സഞ്ജുവിനെ ഇറക്കും എന്ന് പ്രതീക്ഷിക്കാം. ബൈ.